കാസർഗോഡ് ജില്ലയിൽ LDF ഭൂരിപക്ഷം നേടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനും തരിശുഭൂമി കൃഷിക്കും മുന്തിയ പരിഗണന. ജലാശയങ്ങളും ചരിത്ര സ്മാരകങ്ങളും സംരക്ഷിക്കും. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത LDF നേതാക്കൾ അറിയിച്ചതാണിത്. നേതൃത്വം നൽകിയ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിന് ബൃഹത്തായ പദ്ധതി ആവിഷ്കരിച്ചുവെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ലഭിക്കാത്തതിനാൽ ലക്ഷ്യം കണ്ടില്ല. സമൂഹം നേരിടുന്ന ഗുരുതര വിഷയമെന്ന നിലയിൽ മാലിന്യ സംസ്കരണത്തിന് LDF നേതൃത്വം നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്തിയ പരിഗണന നൽകുമെന്ന് ജില്ലാ കൺവീനർ P. രാഘവൻ പറഞ്ഞു. മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ വലിയൊരു പദ്ധതിയാണ്. യഥാർത്ഥത്തിൽ ആധുനികമായിട്ടുള്ള പദ്ധതികൾ ആവശ്യമാണ്. കേരള ഗവൺമെന്റിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെ സാഹായത്തോടുകൂടി മറ്റ് സാമ്പത്തിക ഏജൻസികളുടെ സഹായത്തോടുകൂടി നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. തരിശുഭൂമികൾ കണ്ടെത്തി വ്യാപകമായി പച്ചക്കറി ഉൾപ്പെടെ കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിന് മുൻഗണന നൽകും. കാസർഗോഡിനെ സ്വയം പര്യാപ്ത ജൈവ ജില്ലയാക്കി മാറ്റും. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സമഗ്ര പുനരധിവാസ പദ്ധതി നടപ്പാക്കും. ന്യൂനപക്ഷ ഭാഷയായ തുളുവിന്റെ സംരക്ഷണത്തിന് നടപടി സ്വീകരിക്കും. പുഴകളെയും ജലാശയങ്ങളെയും ചരിത്ര സ്മാരകങ്ങളെയും സംരക്ഷിക്കും. എല്ലാ വീടുകളിലും കമ്പ്യൂട്ടർ സാക്ഷരത ഉറപ്പാക്കുമെന്നും LDF നേതാക്കൾ അറിയിച്ചു. പുത്തിക ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിൽ UDF-ന് BJP-യുമായി അവിശുദ്ധ സഖ്യമുണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കിട്ടാൻ സാധിക്കാത്തതുകൊണ്ട് BJP-യുമായി കൂട്ടുപിടിച്ചുകൊണ്ട് അവര് മത്സരിക്കുക. അങ്ങനെ പല പ്രദേശങ്ങളിലും ഇത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പുത്തികയിലുണ്ട്. പുത്തികയിൽ മുമ്പ് തന്നെയുള്ളതാണ്. ഈ പ്രാവശ്യം വീണ്ടും അവര് ആ രീതിയിൽ നേരിട്ട് മത്സരത്തിലേക്ക് വന്നിരിക്കും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം നിലനിർത്തുന്നതിനൊപ്പം കൂടുതൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ നിയന്ത്രണം LDF-ന് ലഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.